ഞാൻ ഒരു ഗൺ പൗഡർ ഒരു കൂൺ പൗഡറും കണ്ടില്ല. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ തലയ്ക്കാണല്ലോ വന്ന് വീഴുന്നത്. അയ്യോ അളയാ, പെട്ടെന്ന് ആശ്രയം കൊണ്ടു കളയാ. അയ്യോ അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഉദയ, നന്ദൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഓ അയ്യോ, ഇത് എന്ത് ചോദ്യമേ? ഉദയേട്ടന് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് അമ്മയ്ക്ക് അറിയോ? ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ നിർമ്മല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഉദയേട്ടന് ഇവിടെ കിടന്ന് വേദന ചാവണമെന്നാണോ? മുത്തശ്ശി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. നിർമ്മലെ, ഇത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. ഇതിന്റെ പിറകിൽ എന്താ നടന്നെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നവീനും കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? കൈ പൊള്ളിയിട്ടുള്ളതല്ലേ? അതൊന്നും സാരമില്ല മാഡം. ആര് ചതിച്ചതായാലും എല്ലാം മുടങ്ങി കിട്ടുന്നുണ്ടല്ലോ. ഇനി എത്ര കാലം സഹിക്കണം മുത്തശ്ശി? നന്ദേട്ടാ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് കരുതുമ്പോഴാ പുതിയതിങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങുന്നത്. ഒരിക്കലും ഇതിനൊന്നും ഒരു അവസാനമില്ലേ? എത്ര പൂജകൾ, എത്ര വഴിപാടുകൾ, എത്ര പ്രാർത്ഥനകൾ, എന്നിട്ടും നമ്മുടെ മക്കൾക്ക് മാത്രം ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് സുമിത്രേ. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്തു പറഞ്ഞാ എന്റെ മകനെ ഒന്ന് സമാധാനിപ്പിക്കുക? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ഇപ്പോഴും മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കാതിരിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് അവനെ മുതലെടുക്കുന്നവരുടെ ലാഭം. മാം, എല്ലാവരും മാമിന്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാ പറയുന്നത്. അതെ സിനി, അവരുദ്ദേശിക്കുന്ന എന്നെ തന്നെയാ. അതിനെന്ത് മറുപടി പറയണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഒരപകടം സംഭവിച്ചിട്ടാണെങ്കിലും ഇന്നത്തെ ഈ ശാന്തി മുഹൂർത്തം അങ്ങ് മുടങ്ങി കിട്ടിയല്ലോ. ദൈവം എൻ്റെ കൂടെയാ, എൻ്റെ മോളുടെ.